സുഹൃത്തുക്കളെ, ബൈ ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവി ഏകദേശം തെറിക്കും എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. അതിന് പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഈവൻ ശോഭാ സുരേന്ദ്രൻ അടക്കം ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുരളീധരനും ടി രമേശും ഒരു അത്യാവശ്യം മാന്യനായിട്ടുള്ള BJP ഒരു നേതാവാണ് ടി രമേശ് എന്ന് എനിക്കിത് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അടക്കം ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് മോഹമുണ്ടോ, അവരൊക്കെ ഗംഭീരമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊരു വാർത്ത ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ദേശാഭിമാനിയിൽ വന്നതുകൊണ്ട് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ വാർത്തയൊന്നും ആരും വിചാരിക്കേണ്ട. എന്തൊരു സംഗതി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കെ സുരേന്ദ്രൻ പുറത്തായാൽ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മുൻ കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ, നമുക്കറിയില്ല ആ പെട്രോളിനെ കുറിച്ചിട്ടൊക്കെ വില നിലവാരം പറഞ്ഞ 50 പൈസ അവിടെ കൂടി കഴിഞ്ഞാൽ 50 പൈസ ഇവിടെ കുറയല് അമ്മ വർത്തനം പറഞ്ഞ ആളാണ് കേട്ടോ. എന്താവുമോ. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ടി രമേശും RSSന് താല്പര്യം ടി രമേശിനാണെങ്കിലും ജില്ലാ കമ്മിറ്റികൾ അദ്ദേഹത്തിന് ഒപ്പമില്ലാത്തത് മുരളീധരന് തുണയാകും. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനവും PK കൃഷ്ണദാസ് വിഭാഗത്തെ ഒപ്പം നിർത്താനായതും മുരളീധരന് അനുകൂല ഘടകങ്ങളാണ്. 6-7 തീയതികളിൽ ഉപതെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തോടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള സുരേന്ദ്രന്റെ പടിയിറക്കത്തിന് വളരെ പെട്ടെന്ന് വേഗതയേറും. എന്തായാലും ഈ പരാജയത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടി വരിക. വിജയമാണെങ്കിൽ എല്ലാവരും ഏറ്റെടുക്കും, പരാജയമാണെങ്കിൽ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞ സംഗതികളൊക്കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കുറിച്ചിട്ട് തൻ്റെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെയധികം സത്യസന്ധമായ വാർത്ത കൊടുക്കുന്ന ആൾക്കാരൊക്കെ തല്ലും, അടിക്കും, കയറി പിടയ്ക്കും, ഓഫീസിൽ കയറി പിടയ്ക്കും എന്നുള്ള വർത്തമാനം കൂടി കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇദ്ദേഹം വളരെ പെട്ടെന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ സുരേന്ദ്രന്റെ ചുമലിലാക്കാൻ എതിർ ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടാണ്. ശരിയാണ്. മുരളീധരൻ തന്നെയാണ് സുരേന്ദ്രനെതിരായ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മുരളീധരൻ കഴിഞ്ഞ 5 വർഷവും എല്ലാ പിന്തുണയും നൽകിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിലെ കാര്യം ഞാനല്ല നോക്കുന്നത്, അത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ തന്നെ മറുപടി പറഞ്ഞോട്ടെ, ഞാൻ നോക്കുന്നത് കുറച്ച് ഉത്തരേന്ത്യയിലത്തെ കുറച്ച് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളാണ്. അവിടെയൊക്കെ ജയിച്ചു കഴിഞ്ഞു. ഇവിടെയല്ല തോറ്റത്. ഈ തോറ്റ കാര്യങ്ങൾ ഉത്തരവാദിത്വം മുഴുവൻ സുരേന്ദ്രന് മാത്രമാണ്. ഇവിടെ ഞാനല്ല നോക്കുന്നത്, സുരേന്ദ്രൻ മാത്രമാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ, കേരളത്തെ കുറിച്ചുള്ള ചോദ്യമൊന്നും എന്നോട് വേണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 5 വർഷം എല്ലാ പിന്തുണ നൽകിയിരുന്നു അത്രേ. പോയതും മറ്റു പദവികളൊന്നും, എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം പോയതും മറ്റു പദവികളൊന്നും കിട്ടാത്തതുമാണ് മുരളീധരന്റെ ഈ ചുവട് മാറ്റത്തിന് കാരണം. RSS എതിർപ്പ് നിലനിൽക്കെയാണ് മുരളീധരൻ കേന്ദ്രമന്ത്രിയായത്. കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനമാണ് മുരളീധരന് തുണയായത്. കേരളത്തിലെ RSS സംഘടനയെ ദക്ഷിണ പ്രാന്തവും ഉത്തരപ്രാന്തവുമായി തിരിച്ചത് മുരളീധരന് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന പോലെ യോജിച്ച എതിർപ്പ് RSSന് ഇപ്പൊ ഉണ്ടാകുന്നില്ല. ഇനി പഴയ കുറച്ച് PK കൃഷ്ണദാസ് പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പക്ഷങ്ങളുണ്ട്. ആ ഒരു പക്ഷത്ത് എത്തിക്കാനായതിലൂടെ ആ ഗ്രൂപ്പ് തന്നെ ഇല്ലാതായ അവസ്ഥയിലാണ്. കൃഷ്ണദാസിനൊപ്പം നിന്നിരുന്ന ടി രമേശ് ഇതോടെ കൂടുതൽ ദുർബലനായി. 5 വർഷം മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി രമേശിന് പകരം NN രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ച് കൃഷ്ണദാസാണ്. രമേശിന്റെ കാലുവാരിയതാണ്. അതിന്റെ ഭാഗമായിട്ട് കൃഷ്ണദാസിന്റെ പിന്തുണയുള്ളതിൽ പുതിയ ജില്ലാ പ്രസിഡന്റുമാർ മുരളീധരനെ തുണയ്ക്കുന്നവരാകുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ജനുവരിയുടെ പുതിയ ഭാരവാഹികൾ വരും. അതോടെ സുരേന്ദ്രൻ പുറത്തേക്കുള്ള വഴി തെളിയും. എന്തായാലും സുരേന്ദ്രൻ പുറത്തു പോകണമെന്ന് തന്നെയാണ് BJPയിലെയും ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ എഴുതുന്നത്. അതിൻ്റെ ഇടയിൽ കമന്റിലൊക്കെ പറയുന്നത് സുരേന്ദ്രൻ പുറത്തു പോയാൽ തന്നെ ഏകദേശം BJP നേരാവുന്നതാണ്. കാരണം മുട്ടിന് പൂജാതി കർമ്മങ്ങളല്ലാതെ വേറെ ഒന്നും നമ്മുടെ സുരേന്ദ്രന് പറയാനില്ല. ഈ അമ്പല വിഷയങ്ങളല്ലാതെ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഉത്തരവില്ല. ഇനിയിപ്പോൾ വയനാട് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥലപ്പേര് മാറിയിട്ട് ഗണപതി വട്ടമാക്കണമെന്ന് അത്തരം അഭിപ്രായങ്ങളല്ലാതെ മറ്റു ജനങ്ങൾക്ക് ഉപകാരമുള്ള വർത്തമാനമൊന്നും ഈ കെ സുരേന്ദ്രൻ പറയുന്നില്ല എന്നുള്ളൊരു അധിക്ഷേപം മറ്റു പാർട്ടിക്കാരിൽ നിന്നും ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഇദ്ദേഹം മാറിക്കഴിഞ്ഞാൽ കേരളത്തിലെ BJP ഒന്നുകൂടി നന്നാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവരെല്ലാം കരുതുന്നത്. എന്തായാലും മുരളീധരൻ എത്തിക്കഴിഞ്ഞാൽ സംഗതി മുഴുവനായിട്ട് കുളമാവും ചോദിച്ചാൽ മതി. കാരണം നമുക്ക് ആ പെട്രോൾ വിലയുടെ താരതമ്യം കണ്ടപ്പോൾ തന്നെ ഇതെന്തോ എവിടെയോ എന്ത് കിളി പോയാൽ അവസ്ഥ തോന്നിയിരുന്നു. തമ്മിൽ ഭേദം ഒരു പക്ഷേ ടി രമേശ് ആയിരിക്കും. എത്തുമോ എന്നറിയില്ല. എന്തായാലും ഇലക്ഷൻ കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം.
ഇലക്ഷനല്ല, ഇവരെ മീറ്റിംഗ് കഴിയുന്നവരെ കാത്തിരിക്കുക. ബൈ.